നമസ്കാരം. മൗലികാവകാശങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ഒരു ചോദ്യമാണ് ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതെല്ലാമാണ്? ഗോൾഡൻ ട്രയാങ്കിൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14, 19, 21. അതൊന്ന് ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 14, 19, 21. അപ്പോൾ ഈ 3 ആർട്ടിക്കിൾസ് ആണ് ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3-ൽ ഉൾപ്പെടുന്ന 14, 19, 21 നമ്മൾ മൗലിക അവകാശങ്ങൾ പഠിച്ചു. സോ മൗലിക അവകാശങ്ങൾ ഏത് ഭാഗത്താണ്? ഭാഗം 3. അപ്പോൾ ഇതിൽ 14, 19, 21 എന്നീ അനുച്ഛേദങ്ങളെയാണ് സുവർണ ത്രികോണം അല്ലെങ്കിൽ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് വിളിക്കാനുള്ള കാരണം? വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതിൽ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൽ ഇവ 3 പരസ്പര ബന്ധിതമായി നിലനിൽക്കുന്നതിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൽ ഇവ 3 പേരും അല്ലെങ്കിൽ ഇവ 3 പരസ്പര ബന്ധമായി നിൽക്കുന്നതിനാലാണ് ഈ ഒരു പേര് വന്നതെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇനി പഠിക്കുന്നത് പലതരം കേസുകളുണ്ട്. അപ്പോൾ ഈ ഒരു 14, 19, 21മായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഒരൊറ്റ മീനിങ്ങിലാണ് നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസസ് ഉണ്ട്. ഇനി വരുന്ന പരീക്ഷകളിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മനേകാ ഗാന്ധി. അപ്പോൾ ഈ പറയുന്ന 19, 20, 21 14, 19, 21 എന്നീ പറയുന്ന ഗോൾഡൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ സുവർണ ത്രികോണം എന്ന് വിളിക്കുന്ന ഈ അനുച്ഛേദങ്ങൾ ഏത് കേസിലൂടെയാണ് പ്രബലമായ അല്ലെങ്കിൽ ഈ ഒരു ആശയം ഏത് കേസിലൂടെയാണ് പ്രബലമായത് എന്നൊരു ചോദ്യം ഇനി നമുക്ക് പ്രതീക്ഷിക്കാം. ഏത് ആശയമാണ് അല്ലെങ്കിൽ ഏത് കേസിലൂടെയാണ്? മനേകാ ഗാന്ധി കേസ് 1978, 1978 മനേകാ ഗാന്ധി കേസാണ്. അപ്പോൾ ഈ കേസിലെ വിധിയിലൂടെയാണ് സുവർണ ത്രികോണം എന്ന ആശയം പ്രബലമായത്. ഒരു നിയമം സാധുവാകണമെങ്കിൽ അത് 14, 19, 21 എന്നീ 3 അനുച്ഛേദങ്ങളിലെയും നിബന്ധനകൾ ഒരേപോലെ പാലിക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കേസിനെ കുറിച്ചോ കേസിൻ്റെ ബാക്കിയുള്ള ഫാക്റ്റുകളെ കുറിച്ചോ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് കേസാണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഏത് കേസാണ്? മനേകാ ഗാന്ധി കേസ്. ഓക്കെ, മനേകാ ഗാന്ധി കേസാണെന്ന് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 1978 ആ വർഷം കൂടി ഓർത്തിരിക്കുക, 1978. അപ്പോൾ ഈ കേസിലെ വിധിയിലൂടെയാണ് സുവർണ ത്രികോണം എന്ന ആശയം പ്രബലമായത്. ഒരു നിയമം സാധുവാകണമെങ്കിൽ അത് 14, 19, 21 എന്നീ 3 അനുച്ഛേദങ്ങളിലെയും നിബന്ധനകൾ ഒരേപോലെ പാലിക്കണമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അപ്പോൾ ഈ കേസ് ഓർത്തിരിക്കുക, വർഷം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കേസുകളാണ്. ഒന്ന് മിനർവ മിൽസ്. നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള കേസുകളാണ് ഇതൊക്കെ. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1980, 1980 കേസാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന, ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് പാർലമെന്റിന് ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് ഈ കേസ് ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഏത് കേസാണ്? ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടന അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ ഭേദഗതി ചെയ്യാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു കേസാണ് ഇത്. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1980. ഈ വിധിയിൽ ചീഫ് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡ് പ്രസ്താവിച്ചത് അനുച്ഛേദങ്ങൾ 14, 19, 21 എന്നിവ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിനും സർക്കാരിൻ്റെ അനിയന്ത്രിതമായ അധികാരം തടയുന്നതിനുമിടയിലുള്ള ഒരു സുവർണ ത്രികോണമാണ്. അതായത് നമ്മുടെ പൗരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ആർക്ക് ഹനിക്കാൻ പറ്റാതെ വരും? സർക്കാരിന്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക്, നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് സർക്കാരിന് കടന്നു കയറാതിരിക്കാൻ വേണ്ടി അനിയന്ത്രിതമായ അധികാരം തടയുന്നതിനും ഇടയിലുള്ള ഒരു സുവർണ ത്രികോണമാണ് ഈ 3 ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം വരച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മുടെ സ്വാതന്ത്ര്യം, ഇത് എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ. അപ്പോൾ ഈ ഒരു സർക്കാരിന് നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാതിരിക്കാൻ അതിനിടയിലുള്ള ഒരു ട്രയാങ്കിൾ, ആ ഒരു തടസ്സമാണ് എന്തെന്ന് പറയുന്നത്? ആർട്ടിക്കിൾ 14, 19, 21 എന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1980. അപ്പോൾ അതിൽ പറയുന്നത് എന്താ? സർക്കാരിനും
നമ്മുടെ പൗരന്മാർക്കും ഇടയിലുള്ളൊരു മതിൽ അല്ലെങ്കിൽ ഒരു ഒരു ബാരിക്കേഡാണ് ഈ പറയുന്ന സുവർണ ത്രികോണം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് സർക്കാർ അനിയന്ത്രിതമായി കടന്നു കയറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ബാരിക്കേഡ്. അത്രയേ ഉള്ളൂ ഇവിടെ പറയുന്നത്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇ പി റോയപ്പ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 1974. ഇ പി റോയപ്പ വേഴ്സസ് തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് 1974 ആണ്. സമത്വം എന്നത് ഒരു നിശ്ചലമായ ആശയമല്ലെന്നും അത് ഏകപക്ഷീയതയ്ക്ക് അല്ലെങ്കിൽ ആർബിട്രറിനെസ്സിന് വിരുദ്ധമാണെന്നും ഈ കേസിൽ സുപ്രീം കോടതി നിരീക്ഷിക്കുന്നു. സർക്കാരിൻ്റെ ഏതൊരു ഏകപക്ഷീയമായ നടപടിയും അനുച്ഛേദം 14 ലംഘനമാണെന്ന് ഈ കേസ് വ്യക്തമാക്കി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു കേസാണ് ഇ പി റോയപ്പ വേഴ്സസ് തമിഴ്നാട് ഗവൺമെൻറ് 1974. ഇനി ഓൾഗ ടെല്ലിസ് വേഴ്സസ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇത് മറ്റൊരു കേസാണ്. അപ്പോൾ ഈ കേസിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട. ഡിഗ്രി ലെവലൊക്കെ നോക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓൾഗ ടെല്ലിസ് എന്ന് പറയുന്ന കേസൊക്കെ 1985 കേസൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ പറയുന്ന സുവർണ ത്രികോണം എന്നുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓർത്താൽ മതി. അതായത് ഉപജീവനത്തിനുള്ള അവകാശവും റൈറ്റ് ടു ലിവ്ലിഹുഡ് ഉൾപ്പെടുമെന്ന് 21 പ്രകാരമുള്ള ജീവിക്കാനുള്ള അവകാശത്തിൽ ഉപജീവനത്തിനുള്ള അവകാശവും റൈറ്റ് ടു ലിവ്ലിഹുഡ് എന്നതും ഉൾപ്പെടുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. നെക്സ്റ്റ് പരമാനന്ദ് കഥാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1989. വർഷങ്ങളൊന്നും ഓർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഓർക്കണ്ടെന്നും പറയുന്നില്ല. കാര്യം 10th ലെവലിലൊക്കെ ഈ പറയുന്ന വർഷത്തിനൊന്നും വലിയ പ്രാധാന്യമില്ല. നമ്മൾ ഈ പറയുന്ന മിനർവ മിൽ കേസ്, മനേകാ ഗാന്ധി കേസൊക്കെ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓൾഗ ടെല്ലിസ് ഒക്കെ വേണമെങ്കിൽ ഡിഗ്രി ലെവലിന് ചോദിക്കാം. ഓക്കെ. അപകടത്തിൽപ്പെടുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക എന്നത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നും നിയമപരമായ നൂലാമാലകൾക്കായി കാത്തുനിൽക്കാതെ ഡോക്ടർമാർ ചികിത്സ നൽകണമെന്നും കോടതി വിധിച്ചൊരു കേസാണ് പരമാനന്ദ് കഥാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസും ആർട്ടിക്കിൾ 14, 90, 21 ബന്ധപ്പെട്ടാണെന്ന് ഓർത്തിരിക്കുക. ഇനി വിശാഖ വേഴ്സസ് രാജസ്ഥാൻ സർക്കാർ. ഈ വിശാഖ വേഴ്സസ് രാജസ്ഥാൻ സർക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ തൊഴിലിടങ്ങളിൽ ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾ നേരിടുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഉള്ളൊരു കേസായിരുന്നു. ഇതിപ്പോൾ നമ്മൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമം പഠിക്കുമ്പോൾ നമ്മൾ ഈ വിശാഖ കേസ് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇനി തൊഴിലിടങ്ങളിലെ ലൈംഗിക അതിക്രമങ്ങൾ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ചരിത്രപരമായ വിശാഖ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതൊന്ന് ഓർത്തിരിക്കുക. ഈ ഒരു കേസ് ഓർത്തിരിക്കുക 1997 ഓർത്തിരിക്കുക. 14, 19, 21 എന്നിവയുടെ ലംഘനമാണ് ഈ പറയുന്ന തൊഴിലിടങ്ങളിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു വിധി പ്രസ്താവിച്ച കേസാണ് വിശാഖ വേഴ്സസ് രാജസ്ഥാൻ ഗവൺമെൻറ്. ഓക്കെ, 1997. ഇനിയുള്ളത് KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നമ്മൾ പഠിച്ചാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം റൈറ്റ് ടു പ്രൈവസി അനുച്ഛേദം 21 ഭാഗമായ മൗലികാവകാശമാണെന്ന് പ്രസ്താവിച്ച കേസാണിത്. സോ ഇതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 14, 19, 21 ഈ പറയുന്ന സുവർണ ത്രികോണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കേസിൻ്റെ ഇയർ പഠിച്ചേക്കണം 2017. റൈറ്റ് ടു പ്രൈവസി, ഇത് അല്ലാതെ തന്നെ ചോദിക്കാം. റൈറ്റ് ടു പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത എന്ന് പറയുന്നത് അനുച്ഛേദം 21 ഭാഗമായ മൗലികാവകാശമാണെന്ന് ഏത് കേസിൻ്റെ വിധിയിലൂടെയാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഏത് കേസാണ്? KS പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2017. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഈ കേസുകളെല്ലാം തന്നെ 14, 19, 21 എന്നീ അനുച്ഛേദങ്ങൾ എങ്ങനെ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്നുവെന്നും പൗരന്മാരുടെ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത് പരസ്പര ബന്ധമുള്ള 3 ആർട്ടിക്കിൾസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആണ്. സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അടിത്തറയാണ് ഈ പറയുന്ന 3 ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14, 19, 21 എന്ന് പറയുന്ന സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് എന്താണ്? സർക്കാരിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും പൗരന്മാരെ സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അടിത്തറയായിട്ടാണ് ഇവയെ കണക്കാക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ചുരുക്കത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരുമാണ് ഈ സുവർണ ത്രികോണം. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചോ. എന്താണ്? ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരുമായിട്ട് അറിയപ്പെടുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? ആർട്ടിക്കിൾ 14, 19, 21. അപ്പോൾ ഈ 3 ആർട്ടിക്കിൾസിനെ പറ്റി പറയാനാണ് ഇത്രയും ഒരു
ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത്. സോ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്താണ് ഗോൾഡൻ ട്രയാങ്കിൾ, അതങ്ങനെ അറിയപ്പെടാൻ കാരണം എന്താണ്, ഇത് ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു, അപ്പോൾ ഇത് ശ്രദ്ധിക്കപ്പെടാൻ അല്ലെങ്കിൽ ഈ ഒരു ആശയം പ്രബലമാവാൻ കാരണമായിട്ടുള്ള കേസ് ഏതാണ്, കേസിൻ്റെ വർഷം ഏതാണ്, പിന്നെ പുട്ടുസ്വാമി കേസിൻ്റെ വർഷം ഏതാണ്, അതുപോലെ പുട്ടുസ്വാമി കേസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഫാക്റ്റുകളെല്ലാം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ.